നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. 3 ദിവസം കൂടെ കഴിഞ്ഞാൽ പ്രസിഡന്റ് ട്രംപിന്റെ വിവാദമായ ജന്മാവകാശ പൗരത്വം റദ്ദാക്കൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. 4 ഫെഡറൽ കോടതികൾ അത് പ്രാബല്യത്തിൽ വരുന്നതിന് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. താൽക്കാലിക ഇൻജങ്ഷൻ നൽകിയിട്ടുണ്ട്. താൽക്കാലികമായി അത് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിചാരണ ചെയ്ത് അതിനൊരു ഫൈനൽ തീരുമാനം അവിടെ നിന്നുണ്ടായിട്ടില്ല. ഇനി ഫൈനൽ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പീലിൽ പോവും. അപ്പീൽ കോടതിയിലും പിന്നെ സർക്യൂട്ട് കോടതിയിലും ഒക്കെ ചെന്നിട്ട് സുപ്രീം കോടതി വരെ എത്തും. അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭരണഘടനാ വിദഗ്ധർ പലരും പറയുന്നത് ട്രംപിൻ്റെ ഉത്തരവ് അത്ര തെറ്റില്ല, പറയുന്നതിൽ കുറേ കാര്യമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിഗമനം. ഇതുവരെ ആ 14th അമെൻഡ്മെൻറ്റ് അതിൽ ഇവിടെ ജനിക്കുന്ന എല്ലാവർക്കും പൗരത്വം എന്നുള്ളത് അതിൽ ആ രീതിയിൽ അത് പ്രഥമ ദൃഷ്ട്യാ എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെ ആണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ള രീതിയിലായിരുന്നു ഇതുവരെയുള്ള ഒരു നിലപാട്, പൊതുവെയുള്ള നിലപാട്. ആ നിലപാടായിരുന്നു 1898 വോങ് കിം ആർക്ക് എന്ന ഒരു ചൈനീസുകാരൻ്റെ ഒരു ചൈനീസ് വംശജൻ്റെ കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. പിന്നെ അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഈ വോങ് അമേരിക്കയിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ജനിച്ചത് 1870 ഈ 14ാം അമെൻഡ്മെൻറ്റ് ഉണ്ടാകുന്നത് 1868 അപ്പോൾ അതിനുശേഷമാണ് ഇദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ആ മാതാപിതാക്കൾ ഇവിടെ പെർമനൻ്റ് റെസിഡൻസ് ആയിരുന്നു. ആ സാഹചര്യത്തിൽ ഇങ്ങേർക്ക് പൗരത്വം കൊടുക്കണം, അങ്ങേർക്ക് പൗരത്വത്തിനുള്ള അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ജനിച്ച വ്യക്തി എന്ന നിലയിൽ പൗരത്വത്തിന് അവകാശമുണ്ടെന്ന് തന്നെയാണ് അസന്നിഗ്ധമായിട്ട് സുപ്രീം കോടതി തീരുമാനിച്ചത്. അപ്പോൾ ആ തീരുമാനം അനുസരിച്ച് പിന്നീട് ഇതുവരെ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ആ രീതിയിൽ സുപ്രീം കോടതി വരെയൊക്കെ പിന്നെ ഒരു പ്രശ്നം അവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് അത് വീണ്ടും ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ആ വിധിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന് ഇന്നിപ്പോൾ ന്യൂയോർക്ക് ടൈംസിൽ ഇതിനെപ്പറ്റി ഭരണഘടനാ വിദഗ്ധർ 2 പേര് ചേർന്ന് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൽ പറയുന്നത് ഈ വിധിയിൽ ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആയിരുന്നു, ഇവിടെ റെസിഡന്റ് അമേരിക്കയിൽ വീടും കൂടുമുള്ള 2 പേരുടെ മകനായിരുന്നു ഈ വോങ് കിം ആർക്ക്. അപ്പോൾ അദ്ദേഹം ഇവിടെ റെസിഡന്റ് ആയിരിക്കുന്ന ഒരാളുടെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പൗരത്വം കൊടുത്തു. പക്ഷെ റെസിഡന്റ് അല്ലാത്തയാൾ, ഇവിടെ പെർമനന്റ് റെസിഡന്റ് ഒന്നും അല്ല, ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ഒരാളുടെ മകന് പൗരത്വം കൊടുക്കണോ എന്നുള്ള കാര്യം സുപ്രീം കോടതി പരിഗണിച്ചിട്ടേ ഇല്ല, ഇന്നേ വരെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള ആളുടെ മക്കൾ, അതുപോലെ തന്നെ ഇവിടെ ടെമ്പററി ജോലിക്ക് വന്ന ആളുകളുടെ മക്കൾ, അപ്പോൾ ഇവരുടെ ഈ കാര്യം സുപ്രീം കോടതി പരിഗണിച്ചിട്ട് തന്നെ ഇല്ല. അതുകൊണ്ട് അവർക്കിനിയും ഇത് അനുവദിക്കാമോ എന്നുള്ളത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ട കാര്യമാണ്. അപ്പോൾ സുപ്രീം കോടതി അത് ട്രംപിൻ്റെ ഉത്തരവിന് അനുകൂലമായ ഒരു നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ അവർ ഈ ട്രംപ് പറയുന്നതിൽ കുറേ കാര്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെ അവർ രണ്ടായിട്ടാണ് കാണുന്നത്. ഒന്ന്, ഈ ഇല്ലീഗലായിട്ടുള്ളവരുടെ മക്കൾ, അതുപോലെ തന്നെ ഈ ടെമ്പററി ജോലിക്കായിട്ട് ഇവിടെ വന്നവരുടെ മക്കൾ, ഇത് രണ്ടും 2 വിഷയമായിട്ടാണ് അവർ കാണുന്നത്. ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്നത്, അതായത് ഇതിനെപ്പറ്റി ഈ ഭരണഘടന പണ്ട് കാലം മുതലേ ചില തത്വങ്ങൾക്കനുസരിച്ചാണ് ഈ തീരുമാനം. അതായത് ജൂസ് സോളി, അതായത് എവിടെ ജനിക്കുന്നു ആ എവിടെ ജനിക്കുന്നു അവിടെ പൗരത്വം എന്നുള്ള ആ ചിന്താഗതി. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായത് ചരിത്രപരമായിട്ടുണ്ടായ ഒരു കാര്യം. അത് നമ്മൾ ആ രാജ്യത്തെ നിയമങ്ങളെല്ലാം അനുസരിച്ച് ആ രാജ്യത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സംരക്ഷണം നൽകാൻ ആ രാജ്യത്തിന് ബാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ പൗരന്മാരായി മാറുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ രാജ്യത്തിന് സബ്ജക്റ്റ് ടു ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് നമ്മുടെ അമേരിക്കയുടെ ജൂറിസ്ഡിക്ഷനിൽ പെട്ടവർ ആണെങ്കിൽ അവർക്കാണ് പൗരത്വം കിട്ടുന്നത്. കാരണം നമ്മൾ അമേരിക്കയോട് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാണ്. നേരെ മറിച്ച് ഇല്ലീഗലായിട്ട് വന്നവർ അമേരിക്കയോട് വിധേയപ്പെട്ടല്ല അവർ ജീവിക്കുന്നത്, അവർ അമേരിക്കയുടെ നിയമം ലംഘിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിയമലംഘകർക്ക് അവരുടെ മക്കൾക്ക് ഇവിടെ പൗരത്വം വേണമെന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ഇവിടെ വിധേയപ്പെട്ട് ജീവിക്കുന്നവരല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കേണ്ടത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് വരുന്നത്. അതുപോലെ തന്നെ നേരെ മറിച്ച് ഇവിടെ ജോലിക്കായിട്ട് വരുന്നവരെ അവർ അമേരിക്കൻ നിയമത്തിന് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നതും അതിന് താല്പര്യപ്പെട്ടാണ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കണോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പോൾ 2 വിഷയമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി വരുമ്പോൾ ഇത് 2 ചോദ്യമായിട്ട് തന്നെ ഇത് തീരുമാനിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഈ
അന്ന് ഭരണഘടന ഈ 14-ാം ഭേദഗതി ഉണ്ടാക്കിയപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിപ്ലോമാറ്റുകളുടെ മക്കൾക്ക് പൗരത്വം കിട്ടില്ല. അതായത് മറ്റു രാജ്യങ്ങളിൽ വരുന്ന ഡിപ്ലോമാറ്റുകൾ, അംബാസഡർമാരുടെയും കോൺസൽ ജനറൽമാരുടെയും ഒക്കെ അവരുടെ മക്കൾക്ക് ഇവിടെ ജനിച്ചാലും പൗരത്വം കിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ആക്ട്, ഇവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് അവർക്ക് സ്വന്തമായിട്ട് ഇവിടെ അവരുടെ രാജ്യങ്ങളുണ്ട്, അവരുടേതായ കൺസർവേഷനുണ്ട്. അപ്പോൾ അവിടെയുള്ളവർക്ക് പൗരത്വം കിട്ടുന്നില്ല ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷെ അത് പിന്നീട് 1924 വേറൊരു നിയമം കൊണ്ടുവന്ന് ഇന്ത്യൻ സിറ്റിസൺ ആക്ട് എന്നും പറഞ്ഞ് വേറൊരെണ്ണം കൊണ്ടുവന്ന് അവർക്കൂടെ പൗരത്വം, അവരും പൗരന്മാരാണെന്ന് അംഗീകരിക്കുന്ന നിയമം പിന്നീട് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ ഈ വിദേശ ആർമി, ഇപ്പം അമേരിക്കയുടെ ഒരു ഭാഗം ആരെങ്കിലും പിടിച്ചെടുത്തു, വേറെ ഏതെങ്കിലും രാജ്യം പിടിച്ചെടുത്തു, അവർക്കിവിടെ കുട്ടികളുണ്ടായാൽ അവർക്കിവിടെ പൗരത്വം കിട്ടുമോ? കിട്ടുകയല്ലോ, കിട്ടാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി ഈ സുപ്രീം കോടതി തരേണ്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു ഭാഗം വേറൊരാൾ പിടിച്ചെടുത്തു, പക്ഷെ അവിടെ നമ്മുടെ അമേരിക്കൻ പൗരന്മാർ, അവർക്ക് മക്കളുണ്ടായാൽ അവർ വിദേശത്തിൻ്റെ കസ്റ്റഡിയിലാണ് അവർക്ക് മക്കളുണ്ടാവുന്നത്. ആ മക്കൾക്ക് ഇവിടെ പൗരത്വത്തിന് അവകാശമില്ലേ? അപ്പോൾ അതും വേറൊരു ചോദ്യമാണ്. അങ്ങനെ നാനാവിധ ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. എങ്ങനെയാണ് ഈ പൗരത്വം നമ്മൾ ഈ രാജ്യത്തിന് വിധേയപ്പെട്ടിരിക്കുന്നവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തിന് വിധേയപ്പെട്ടവരല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരത്വത്തിന് അവർക്ക് അവകാശമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ഉത്തരം പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ ട്രംപിൻ്റെ ഉത്തരവ് 20-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരേണ്ടത്. പക്ഷേ കോടതി തടഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഉടനെ പ്രാബല്യത്തിൽ വരില്ലായിരിക്കാം. പക്ഷേ അത് സുപ്രീം കോടതി വരെ എത്തുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആളുകളെ വ്യാപകമായി ബാധിക്കുന്ന കാര്യമാണ്. ഇല്ലീഗലായിട്ടുള്ളവർ നമ്മുടെ ഇടയിൽ കുറവാണ്, ഇന്ത്യക്കാർ കുറവാണ്. 7.5 ലക്ഷം പേരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അവർ തന്നെ നല്ലൊരു പങ്ക് ഇപ്പോഴാണ് ഈ സിംഗിളാണ്. ഇപ്പോഴാണ് കൂടുതലും കൊച്ചുകുട്ടികളെയൊക്കെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് എല്ലാവരും അമേരിക്ക ഇങ്ങോട്ട് പോരുന്നത്. അവരെല്ലാമാണ് ഇപ്പോൾ തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ആ ഒരു സ്ഥിതി അടുത്ത കാലത്തായിട്ടാണ് ഉണ്ടായത്. കാരണം അമേരിക്കയിലേക്ക് ആർക്കും വരാം, കുടുംബമായിട്ട് ഇങ്ങനെ വരാം, ഇവിടെ വന്നങ്ങ് സെറ്റിലാകാമെന്നുള്ള ഒരു ചിന്താഗതി അത് ആ ബൈഡൻ ഭരണകൂടം ഉണ്ടാക്കി വെച്ച അതൊരു വാസം പറഞ്ഞാൽ അവർ ചെയ്തൊരു വലിയൊരു ദ്രോഹമല്ലേ ചെയ്തത്. ഈ ആളുകളോട് ചെയ്തൊരു ദ്രോഹം കൂടി. ലോകം മുഴുവനുള്ള ആളുകൾ കെട്ടുംപാടും എടുത്ത് ഇങ്ങോട്ട് പോരാൻ, അവിടുത്തെ വിറ്റുപെറുക്കി ഇങ്ങോട്ട് പോരാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാക്കി കൊടുത്തു. അത് നിങ്ങളിങ്ങ് പോലെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അത് എത്രയോ തെറ്റായ ഒരു കാര്യമായി പോയി. അതുകൊണ്ട് ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ആളുകൾ പേടിയോടി കഴിയുന്ന ഒരു അവസ്ഥ വന്നു. എന്നല്ല, അമേരിക്കക്കാർക്ക് അങ്ങനെയുള്ള ഒരു കുടിയേറ്റം അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഇനിയെങ്കിലും ഡെമോക്രാറ്റുകൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഈ ലീഗലായിട്ടൊക്കെ വരുന്ന ഒരു പരിമിതിയുണ്ട്, ആ പരിധിക്കപ്പുറത്ത് വരുന്നില്ല. അവർ അമേരിക്കയിൽ അസിമിലേറ്റ് ചെയ്ത് അമേരിക്കയുടെ ഭാഗമായി തീരുന്നു. ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇല്ലീഗലായിട്ട് വന്ന 3-4 പേരെ അറസ്റ്റ് ചെയ്തു. ഒരു കുടുംബത്തെ 7 പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാൻ കാര്യം അവരുടെ ഒരു ചെറിയ കുട്ടിയെ, 4 വയസ്സോ ഒക്കെ ഉള്ള ഒരു കുട്ടി ഇങ്ങനെ വഴിയിൽ കൂടി അലഞ്ഞു നടക്കുന്നു. അതാരോ പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് വന്നു. അവിടെ കുട്ടിയെ കൊണ്ട് അവിടെ ചെന്നപ്പോൾ എന്താ, ആ വീട്ടിൽ 6-7 പേര് താമസമുണ്ട്. അവർ ഇല്ലീഗലായിട്ട് വന്നതാണ്. അവർക്ക് കറണ്ട് കണക്ഷൻ പോലുമില്ല. അതുകൊണ്ട് അവരുടെ ഫ്രിഡ്ജിലെ ഫുഡൊക്കെ ചീഞ്ഞ് അഴുക്കായിരിക്കുന്നു. കാരണം കഴിക്കാൻ ഫുഡില്ല, അവർക്ക് ഒരു മാർഗ്ഗമില്ല, ഇലക്ട്രിസിറ്റിക്ക് കാശടയ്ക്കാനായിട്ട് മാർഗ്ഗമില്ല, ജോലിയില്ല. അപ്പോൾ അവരെ തിരിച്ചയക്കുകയും കൂടെ ചെയ്തു. വളരെ കഷ്ടം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരിങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ദുഃഖകരമായ കാര്യമാണ്. എത്രയോ വിഷമിച്ചാണ് അവരിങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ ദുഃഖകരമായ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുള്ളത്, ഏതാണ്ട് ഈ ബൈഡൻ ഭരണകാലത്ത് ഏതാണ്ട് 2.25 ലക്ഷം കുട്ടികൾ മാത്രമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നു. കാരണവന്മാർ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. 2 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. അവരെ അമേരിക്കയിലേക്ക് വിട്ടു. അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഏതാണ്ട് $12 ബില്യൺ അമേരിക്ക ഇപ്പോഴും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളെ, അപ്പോൾ ആ മാതാപിതാക്കളുടെ വേദന നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 3, 4 അല്ലെ 2, 3, 4, 5 വയസ്സുള്ള കുട്ടികളെ തനിച്ച് അന്യരാജ്യത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവരുടെ ആ പ്രതീക്ഷയും അവരുടെ ആ ദുഃഖവും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എത്രയോ ഖേദകരമായൊരു കാര്യമാണ്. അവരെ പിരിയേണ്ടി വരുന്നത്. എന്നാലും അവർ ആ ത്യാഗം സഹിക്കുകയാണ്. മക്കൾക്കെങ്കിലും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന്. അപ്പം അത്രയ്ക്കും ഗതികേടിലാണെന്ന് വെച്ചോളൂ. പക്ഷേ അമേരിക്കയുടെ ഒരു ബാധ്യത ഈ കുട്ടികളെ നോക്കുക എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളെ അവർക്ക് ചതിവിന് കൊടുക്കണം, അവർക്ക് താമസം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. എന്നാൽ കൂടി മാതാപിതാക്കളോടൊത്തല്ലാതെ വളരുന്ന മക്കളുടെ ഭാവി എന്തായിത്തീരുമെന്ന് ആർക്കറിയാം? എങ്ങനെ
എങ്ങനെ ചിന്തിക്കാനാവും? അപ്പോൾ അമേരിക്കയുടെ ഒരു ബാധ്യത പോലെ അത് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ളവരുടെ കാര്യമൊന്നും നോക്കാതെ ഇങ്ങനെയുള്ളവരുടെ കാര്യം നോക്കേണ്ട സ്ഥിതി അമേരിക്കയ്ക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാമാണ് ഈ ഭരണഘടന ഈ ട്രംപിൻ്റെ ഉത്തരവിന് കാരണമായിരിക്കുന്നത്. അതിനി എവിടം വരെ എത്തുമെന്നാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്.